If you haven't subscribed to this channel yet, subscribe to it and don't forget to click the bell icon for immediate. Hi all, welcome to Control System class. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്കിൽ 3 പ്രോബ്ലംസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ലാസ്റ്റ് സെഷനിൽ ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്ക് അതിൻ്റെ ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത്, അതുപോലെ റൂൾസ് ഫോർ ബ്ലോക്ക് റിഡക്ഷൻ ടെക്നിക്ക് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ബേസ് ചെയ്തുള്ള പ്രോബ്ലം ആണ് ഇന്നത്തെ ഈ സെഷനിൽ. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് ദ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ C by R. That is, C denotes the output and R denotes the input. Block diagram തന്നിട്ടുണ്ട്. We need to find the overall transfer function C by R. Okay. അപ്പോൾ ഇങ്ങനത്തുള്ള ഒരു ബ്ലോക്ക് ഡയഗ്രാം തരുമ്പം നമ്മൾ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ബ്ലോക്കായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യണം. വിത്ത് ഇൻപുട്ട് R ആൻഡ് ഔട്ട്പുട്ട് C. ഇങ്ങനെ ഒറ്റ ഒരു ബ്ലോക്കായിട്ട് നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യണം. അപ്പം അതിനകത്ത് നമ്മൾ ബ്ലോക്ക് റിഡക്ഷൻ റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യണം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്ലൈ ചെയ്യണം. ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്, ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ തന്നെ ഏതെങ്കിലും കാസ്കേഡ് എലമെന്റ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ നോർമലി ഒരു ബ്ലോക്ക് തരുമ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത്. കാസ്കേഡ് ബ്ലോക്സ് വല്ലതും ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇതിൻ്റെ കേസിൽ കാസ്കേഡ് ബ്ലോക്സ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പം നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബ്ലോക്കായിട്ട് നോക്കുക. ഇതിൻ്റെ കേസിൽ G1 G2 ഇത് എന്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ഒരു സമ്മിങ് പോയിന്റ് ആയിട്ടല്ലേ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. അപ്പൊ G1 G2 നമുക്ക് പാരലൽ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ? പാരലൽ റൂൾ എന്താണ്? G1 G2 ഈ പാരലൽ കേസ് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? സം ഓഫ് G1 പ്ലസ് G2 ഫോമിൽ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ബ്ലോക്കിന് G1 പ്ലസ് G2 എന്ന് റീപ്ലേസ് ചെയ്തു. ഇനി സെക്കൻഡ് ഈ ഒരു ബ്ലോക്ക് നോക്കുക. ഈ ഒരു ബ്ലോക്ക് നോക്കിക്കേ. ഏത് കേസാണ് വന്നിരിക്കുന്നത്? ഒരു G3 ഉണ്ട്, H1 ഫീഡ്ബാക്കിലുണ്ട്, നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് നമുക്ക് എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഗുഡ്. എന്താണ്? ഫീഡ്ബാക്ക് റൂൾ. ഓക്കെ. ഇവിടെ നമുക്ക് ഫീഡ്ബാക്ക് റൂള് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൽ G3 ആണ് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, H1 ആണ് ഫീഡ്ബാക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പോൾ അതിന്റെ ഫീഡ്ബാക്ക് റൂൾ എങ്ങനെയായിരുന്നു പറഞ്ഞേ? നമ്മൾ എന്ത് ചെയ്യും? ഫോർവേഡ് പാത്ത് നോക്കും അല്ലേ? ഇപ്പോൾ G3 ഡിവൈഡഡ് ബൈ 1, ഇവിടെ മൈനസ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈന് പ്ലസ് വരും. ഇൻറ്റു എന്ത് വരും? രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ്, ദറ്റ് ഈസ് G3 H1. ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് റൂൾ. ഈ ബ്ലോക്കിന്റെ ഫീഡ്ബാക്ക് റൂളാണ് എഴുതിയിരിക്കുന്നത്. ഫോർവേഡ് പാത്ത് ഡിവൈഡഡ് ബൈ 1, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് സൈൻ പ്ലസ് വരും. G3 H1 ഇതിന്റെ പ്രൂഫ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ ഈ ബ്ലോക്കിന് പകരം നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 H1. അങ്ങനെ റീപ്ലേസ് ചെയ്തൂടെ? ഓക്കെ. നമ്മൾ ഇവിടെ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്തു. ഇപ്പോഴത്തേക്ക് എങ്ങനെ വരും? ബാക്കി ഡയഗ്രാം ഒന്ന് വരച്ച്. ബാക്കി ഡയഗ്രാം എങ്ങനെ വരും? ഇവിടെ പ്ലസ് മൈനസ്, ഇതിന് പകരം നമ്മൾ പാരലൽ റൂൾ അപ്ലൈ ചെയ്തു. ഈ ബ്ലോക്കിന് നമ്മൾ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്ത് ബാക്കി റിമൈനിങ് എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ? അപ്പോൾ ഇവിടെ R ഇൻപുട്ട്, ഔട്ട്പുട്ട് C. R ബൈ C ഒറ്റ ബ്ലോക്കായിട്ടാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത് യൂസിങ് ബ്ലോക്ക് റിഡക്ഷൻ റൂൾ. ഇനി ഇപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതണം. എക്സാമിന് 10 മാർക്സ് ഒക്കെ ചോദിക്കുന്ന പ്രോബ്ലം ആണ്. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാൻ നോക്കുന്നത്? ഈ രണ്ട് ബ്ലോക്കും കൂടെ നോക്കുക. ഈ രണ്ട് ബ്ലോക്കും കൂടെ നമുക്ക് എങ്ങനെ കിടക്കുന്നത്? എന്ത് കണക്ഷനാണ് കിടക്കുന്നത് നോക്കിക്കേ. യെസ്, കാസ്കേഡ് കണക്ഷനാണ്. ഇത് രണ്ടും നമ്മൾ എന്തായിട്ട് അപ്ലൈ ചെയ്യുക? ഇവിടെ കാസ്കേഡ് റൂള് അപ്ലൈ ചെയ്യാം. കാസ്കേഡ് റൂൾ എന്തായിരുന്നു? ഒരു ബ്ലോക്ക് G1 കാസ്കേഡഡ് വിത്ത് G2. അതിൻ്റെ ഓവറോൾ എങ്ങനെ എഴുതാൻ പറ്റും? പ്രോഡക്റ്റ് ഓഫ് G1 G2 അല്ലേ? അപ്പം ഇവിടെ ഇതിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ? യെസ്. അപ്പം എന്ത് ചെയ്യാൻ? കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് എന്ത് വരും? G1 പ്ലസ് G2 ഇൻറ്റു ഈ ബ്ലോക്ക് G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 H1. ഒറ്റ ബ്ലോക്കായിട്ട് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യാം. ബാക്കി റിമൈനിങ് എന്തുണ്ട്? ഇവിടെ ഇൻപുട്ട് R, ഔട്ട്പുട്ട് C, പ്ലസ് മൈനസ്, ഇങ്ങനെ വന്നില്ലേ? ഓക്കെ. ഇത് എന്ത് ബ്ലോക്കായിട്ടാണ് വന്നിരിക്കുന്നത് നോക്കിക്കേ. ഈ ബ്ലോക്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇത് ഒരു GS ഉണ്ട്. ഇവിടെ യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്, പ്ലസ് മൈനസ് ആണ്. ഏത് റൂളാണ്? യൂണിറ്റി ഫീഡ്ബാക്ക് അല്ലേ? യെസ്.
യൂണിറ്റി ഫീഡ്ബാക്ക് റൂൾ. നമുക്കിവിടെ ആണെങ്കിൽ യൂണിറ്റി ഫീഡ്ബാക്ക് റൂള് അപ്ലൈ ചെയ്യാം. യൂണിറ്റി ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാം. യൂണിറ്റി ഫീഡ്ബാക്ക് വന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മൾ ഫീഡ്ബാക്ക്. അവിടെ HS വാല്യൂ വന്നതുകൊണ്ടാണ് യൂണിറ്റി ഫീഡ്ബാക്ക്. അത് അപ്ലൈ ചെയ്ത് എങ്ങനെ യൂണിറ്റി ഫീഡ്ബാക്ക് വരുമ്പോൾ ഇതാണ് GS ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഫീഡ്ബാക്കിൽ HS യൂണിറ്റി. സോ വി ക്യാൻ അപ്ലൈ യൂണിറ്റി ഫീഡ്ബാക്ക് റൂൾ. എന്താ യൂണിറ്റി ഫീഡ്ബാക്ക് റൂൾ എങ്ങനെ? V1 പ്ലസ് G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 H1, അതായത് GS ഇവിടുത്തെ GS എന്ന് വെച്ചാൽ ഇത്രയും ടേംസ് വരും, ഡിവൈഡഡ് ബൈ 1 മൈനസ് ആയതുകൊണ്ട് പ്ലസ് വരും. ഇനി ഇത് രണ്ടിനും കൂടെ പ്രോഡക്റ്റ് HS1 ആയതുകൊണ്ട് ഈ സെയിം കമ്പൗണ്ട് തന്നെ വരും, ന്യൂമറേറ്റർ വന്നത് തന്നെ വരും. G1 പ്ലസ് G2 ഇൻറ്റു G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 H1 വരും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ ഒറ്റ ബ്ലോക്കായിട്ട് എഴുതി. ഇവിടെ 6ഉം C മാത്രമല്ലേ ഉള്ളൂ, ഒറ്റ ബ്ലോക്കായിട്ട് എഴുതാൻ പറ്റും. ഇവിടെ 6, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് G1 പ്ലസ് G2 ഹോൾ ഇൻറ്റു G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 H1 പ്ലസ് G3 G1 പ്ലസ് G2 G3. ഇങ്ങനെ ഒറ്റ ഒരു ബ്ലോക്കായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? C ആയിരിക്കും. ഇപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് C/R. C/R ഈക്വൽ ടു എന്ത് വരും? ഈ ടേം വരും. ഇതാണ് യൂണിവേഴ്സിറ്റിയൊക്കെ വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഓക്കെ, ഫൈൻഡ് ദ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസിങ് ബ്ലോക്ക് റിഡക്ഷൻ ടൂൾ. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? ഫസ്റ്റ് നോക്കും കാസ്കേഡ് ആയിട്ടുള്ള വല്ല എലമെൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കും. ഇതിൻ്റെ കേസിൽ കാസ്കേഡ് എലമെൻറ്റ്സ് ഒന്നുമില്ല. ഇവിടെ G1 G2 എന്താണ് പാരലൽ നിൽക്കുന്നത്. സോ പാരലൽ റൂൾ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് ഈ G3 H1 ഫീഡ്ബാക്ക് റൂളാണ്. നമ്മളിവിടെ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്ത്, ദാറ്റ് ഈസ് ഫോർവേഡ് ഫംഗ്ഷൻ ഡിവൈഡ് ബൈ 1 ഓപ്പോസിറ്റ് സൈഡ് പ്ലസ് ഇതിൻ്റെ രണ്ടും കൂടെ പ്രോഡക്റ്റ് G3 H1. നെക്സ്റ്റ് ഇത് രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും കൂടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതി ഫൈനലി നമ്മൾ യൂണിറ്റി ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒറ്റ എക്സ്പ്രഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന് നമുക്ക് ഒറ്റ ട്രാൻസ്ഫർ ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും യൂസിങ് ബ്ലോക്ക് റിഡക്ഷൻ റൂൾ. ഇനി സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസിങ് ബ്ലോക്ക് റിഡക്ഷൻ റൂള്. അതിൻ്റെ കേസിൽ ബ്ലോക്ക് തന്നിട്ടുണ്ട്, ഇൻപുട്ട് 6, ഔട്ട്പുട്ട് C, ഡിഫറെൻറ്റ് ബ്ലോക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ബ്ലോക്ക് റിഡക്ഷൻ റൂള് വെച്ചിട്ട് C/R ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നോക്കുക എന്താ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഡിഫറെൻറ്റ് റൂൾസ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓരോരുത്തരുടെ ലോജിക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഓക്കെ, അതുപോലെ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് കാസ്കേഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും അതായിരിക്കും നമ്മൾ ആദ്യം കമ്പൈൻ ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടത്. എങ്ങനെ ചെയ്താലും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ, ഇതിൻ്റെ കേസിൽ നോക്കുക. ഇതിനകത്താണെങ്കിൽ ഇത് എന്താണ്? ഒരു ഫീഡ്ബാക്ക് റൂളാണ് അല്ലേ? ഇതൊരു ഫീഡ്ബാക്ക് റൂളാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു ബ്രാഞ്ച് പോയിന്റ് ഉണ്ട്. നമുക്ക് ഈ ബ്രാഞ്ച് പോയിന്റിന് ഈ ബ്ലോക്കിന് ഇങ്ങോട്ടും മാറ്റാം ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ ഇതിനകത്ത് ഏതാ പ്രിഫറബിൾ എന്ന് നോക്കുക. നമുക്ക് റൂൾസ് അപ്ലൈ ചെയ്ത് ഏതാണെന്ന് നോക്കുക. ഇതിൻ്റെ കേസിൽ ഈ ബ്രാഞ്ച് പോയിന്റിന് ഈ ബ്ലോക്കിന് ഇപ്പുറത്തോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒറ്റ ബ്ലോക്കിന് വി ക്യാൻ അപ്ലൈ ഫീഡ്ബാക്ക് റൂൾ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ബ്രാഞ്ച് പോയിന്റ് നമ്മൾ ഈ ബ്ലോക്കിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ അതിനകത്ത് എങ്ങനെയായിരിക്കും വരുന്നത്? ഇപ്പം നമുക്കൊരു ബ്ലോക്ക് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ബിയോണ്ട് ബ്ലോക്ക് പോകുമ്പോഴത്തേക്ക് എന്താ വരുന്നത് ഒന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ H2 ആണ് ഇങ്ങനെ ഫീഡ്ബാക്കായിട്ട് പോകുന്നത്. നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് വരും? പറഞ്ഞേ നോക്കിക്കേ, എന്ത് വരും? അതിനകത്ത് ഈ G3 കൂടെ കയറി വരും അല്ലേ? ഇങ്ങനെ വരുവാണെങ്കിൽ ഇവിടുന്ന് ഔട്ട്പുട്ടിൽ നിൽക്കുകയാണെങ്കിൽ ആ G3 കൂടെ കയറി വരും. പക്ഷെ നമുക്കിവിടെ G3യുടെ ആവശ്യമുണ്ടോ? ഇവിടെ നിൽക്കുന്നുണ്ട് ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യും? ആ പാത്തിലൊരു 1/G3 നമ്മൾ പ്ലേസ് ചെയ്യും അല്ലേ, ആഡ് ചെയ്യും. അങ്ങനെയല്ലേ വരുന്നത്? നോക്കിക്ക്, ഇതിൻ്റെ കേസിൽ ഇവിടുന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്, H2 എടുത്തിരിക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ബ്രാഞ്ച് പോയിന്റ് ഇങ്ങോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ ബ്രാഞ്ച് പോയിന്റ് ഇവിടുന്ന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ലേ വരുന്നത്? G3 കൂടെ കയറി വരത്തില്ലേ? പക്ഷേ നമുക്കിവിടെ G3 ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ആ പാത്തിലൊരു 1/G3 ആഡ് ചെയ്യും. വരയ്ക്കാം. ഓക്കെ,
ഇവിടെ അത് വരയ്ക്കുകയാണ്. ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡയഗ്രാം വരച്ച് തന്നെ പോകണം. കാരണം എസ് എ പ്രോബ്ലമായിട്ട് ചോദിക്കുന്നതാണ്. സ്റ്റെപ്സിന് മാർക്കുണ്ട്. ഓക്കെ, സിമ്പിളായിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് ഒറ്റ ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ യൂണിവേഴ്സിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതേണ്ടി വരും. ഇവിടെ നമ്മൾ എന്താ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ ബ്രാഞ്ച് പോയിന്റിനെ ഈ G3യുടെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ എന്താ പറഞ്ഞത്, ഈ പോയിന്റിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ആ പാത്തിൽ നമ്മൾ G3യുടെ കയറി വരും. അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു 1/G3 ബ്ലോക്ക് അവിടെ ആ പാത്തിൽ ആഡ് ചെയ്യണം. ഇതിൽ നിന്ന് പിന്നെ എന്താ വരുന്നത്, H2 വരുന്നു. ഓക്കെ അല്ലേ, H2 വരുന്നു. H2 എങ്ങോട്ടാണ് പോകുന്നത്, ഈ പാത്തിലോട്ട് പോകുന്നു. ബാക്കി റിമൈനിങ് വരച്ച് ഇവിടെ ഇത് വരും. ദിസ് ഈസ് H1. ക്ലിയർ അല്ലേ? ഓക്കെ, ഇങ്ങനെ വന്നു. പിന്നെ അത് പ്ലസ് മൈനസ് ഒക്കെ മാർക്ക് ചെയ്യണം. പ്ലസ് മൈനസ് കമ്പറേറ്ററിൻ്റെ അല്ലെങ്കിൽ എറർ ഡിറ്റക്ടറിൻ്റെ പ്ലസ് മൈനസ്. ഓക്കെ, ഇവിടെ ഇനി ഇവിടെ ഒന്നും കൂടെ അല്ലേ, ഇവിടുന്ന് ഇൻപുട്ടിൽ നിന്ന് ഒരു G4 ബ്ലോക്ക് പോകുന്നുണ്ട്. G4 ബ്ലോക്ക് ആ ഒരു പാത്തിൽ 1/G3 കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ആഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് നോക്കിക്കേ. അപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലോക്ക് നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും, ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലേ. G3 ഫോർവേഡ്, ഫീഡ്ബാക്കിൽ H1 നെഗറ്റീവ് വന്നേക്കുന്നു. അപ്പോൾ ഇവിടെ വി ക്യാൻ അപ്ലൈ ഫീഡ്ബാക്ക് റൂൾ. ഇവിടെ വി ക്യാൻ അപ്ലൈ ഫീഡ്ബാക്ക് റൂൾ. എക്സാമിനും ഓരോ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴും ഏത് റൂളാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഫീഡ്ബാക്ക് റൂൾ വെച്ചിട്ട് വരച്ചൂടെ, എങ്ങനെ വരും പറഞ്ഞേ. ഇതിന്റെ കേസിൽ G3 ആണ് നമ്മുടെ ഫോർവേഡ് പാത്ത്. G3 ഡിവൈഡ് ബൈ 1 മൈനസ് ആയതുകൊണ്ട് പ്ലസ് അതിന്റെ പ്രോഡക്റ്റ് G3 H1 വരും അല്ലെ. ഈ ബ്ലോക്ക് അങ്ങനെ എഴുതിക്കൂടെ. അതായത് ഫോർവേഡ് പാത്ത് നോക്കുക. അതിന്റെ ഫോർവേഡ് പാത്ത് അല്ലെങ്കിൽ ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ G3 ആണ്. ഡിവൈഡ് ബൈ ഇവിടെ ഫീഡ്ബാക്ക് പദം നെഗറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. ഇനി അതിന്റെ രണ്ടിനും കൂടെ പ്രോഡക്റ്റ്. ആ ഒരു ബ്ലോക്ക് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ എന്നുള്ളത് വരയ്ക്കുകയാണ്. ഇതിപ്പം ഫസ്റ്റ് വൺ, ദിസ് ഈസ് സെക്കൻഡ് വൺ, നമ്മൾ തേർഡ് വൺ വരയ്ക്കുകയാണ്. തേർഡ് വൺ വരയ്ക്കുമ്പോഴത്തേക്ക് G1, ഓക്കെ, G2. ഇത്രയും വേണ്ടിയിട്ട് നമുക്ക് ഏത് ബ്ലോക്കാണ് വരുന്നത്, ഫീഡ്ബാക്ക് റൂളാണ് എഴുതുന്നത്. ഇത്രയും വേണ്ടി നമുക്ക് എഴുതാൻ പറ്റും G3 ഡിവൈഡ് ബൈ 1+G3 H1. ഇത്ര ബ്ലോക്കായിട്ട് എഴുതിക്കൂടെ. ഓക്കെ അല്ലേ, ഈ ബ്ലോക്കായി. ഇനി എന്താ വരുന്ന ഒരു സമ്മിങ് ഒരു പോയിന്റ് ഇവിടെ പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനകത്ത് ഏതൊക്കെ ബ്ലോക്ക് ഉണ്ട്, H2 ഉണ്ട്, 1/G3 ഉണ്ട്. ഇത് രണ്ടും നമുക്ക് കാസ്കേഡ് ചെയ്യൂടെ, ഇത് രണ്ടും കാസ്കേഡ് ചെയ്യൂടെ. അപ്പോൾ എന്ത് വരും, ആ ബ്ലോക്ക് എന്തെങ്കിലും പറഞ്ഞേ, ദാറ്റ് ഈസ് ഈക്വൽ ടു H2 ഡിവൈഡഡ് ബൈ G3. H2 ഡിവൈഡ് ബൈ G3 എന്ന് വരും ആ ബ്ലോക്ക്. അത് ഇതിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്, ഇതിൻ്റെ ഇൻപുട്ട് ഇവിടെ ഒരു G4 ഉണ്ട്. G4 ഇവിടോട്ട് കണക്ട് ചെയ്തിരിക്കുക, അവിടെ പ്ലസ് ആണ്. ഓക്കെ, ഇതിന്റെ കേസിൽ ഈ ഫീഡ്ബാക്ക് റൂൾ നമ്മൾ അപ്ലൈ ചെയ്ത്, അതുപോലെ ഇവിടെ രണ്ടിനും കൂടെ നമ്മൾ കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്തു. കാസ്കേഡ് റൂൾ എഴുതണം. കാസ്കേഡ് റൂൾ. ഇനി നെക്സ്റ്റ് ഈ രണ്ട് ബ്ലോക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്തേ. ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ. ഓക്കെ, ഇത് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. എൻ്റെ കേസിൽ G1 ഇവിടെ കമ്പറേറ്റർ മൈനസ് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ്. ഓക്കെ, G1 കമ്പറേറ്റർ ഉണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒറ്റ ബ്ലോക്ക്, കാസ്കേഡ് റൂൾ. എൻ്റെ കേസിൽ G2 G3 ഡിവൈഡഡ് ബൈ 1+G3 H1 ഒറ്റ ബ്ലോക്കായിട്ട് എഴുതി. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ വരുന്നത്, ഇവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. അതിനകത്ത് ഫീഡ്ബാക്ക് പാത്തിൽ G2 G3 ഉണ്ട്, H2 G3 ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഒരു കമ്പറേറ്റർ പ്ലസ് ആണ്. ഇൻപുട്ടിൽ നിന്ന് അവിടെ G4 ഉണ്ട്. ഇത് ഫീഡ്ബാക്ക് അല്ല, ഇത് ഫീഡ് ഫോർവേഡ് ആണ്. ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കാണ്. ഇനി നെക്സ്റ്റ് നോക്കണം. നെക്സ്റ്റ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാത്ത് ഉണ്ടല്ലോ, ഇതിവിടെ ഇപ്പം പ്ലസ്
മൈനസ് ആണ്. ഈ ഒരു ബ്ലോക്ക് നോക്കിക്കുക എങ്ങനെ വരും. ഈ ഒരു ബ്ലോക്ക് എന്ത് 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 റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ബ്ലോക്ക് പറഞ്ഞു. യെസ്, ഗുഡ്. ഇതാണ് ഫീഡ്ബാക്ക് റൂൾ ആണ് അല്ലേ. ഇത് നമുക്ക് ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫീഡ്ബാക്ക് റൂൾ വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും വരുന്നത്. ഇതാണ് നമ്മൾ ഫോർവേഡ്, ഇതാണ് ഫീഡ്ബാക്ക്, ഇപ്പം നെഗറ്റീവ് ആണ്. അപ്പം അതിൻ്റെ റൂൾ എന്താണ്. ഫീഡ്ബാക്ക്. യെസ്. അപ്പോൾ ഇതിനകത്ത് ഫോർവേഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 H1. നമ്മൾ ഈ പാത്ത് ഡിവൈഡഡ് ബൈ എന്ത് വരും 1. ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് പ്ലസ്. ഇനി എന്ത് വരും, ഈ ഫോർവേഡ് പാത്തും ഫീഡ്ബാക്ക് പാത്തിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു H2 ബൈ G3 ഇൻറ്റു എന്ത് വരും G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 H1 കിട്ടും. ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്കിത് സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടെ എന്ത് എഴുതാൻ പറ്റും, അതിനെ റീപ്ലേസ് ചെയ്ത് ഒറ്റ ബ്ലോക്കായിട്ട് വരയ്ക്കാൻ പറ്റും. ഇനി അതും ഈ G1 എന്തായിട്ട് വരും, കാസ്കേഡ് ആയിട്ട് വരും ഇല്ലേ. ഇതൊരു ഒറ്റ ബ്ലോക്കായിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഒറ്റ ബ്ലോക്കായിട്ട് കിട്ടും. അതും ഈ G1 കൂടെ കാസ്കേഡ് വരും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എടുക്കാം. പ്രോഡക്റ്റ് എടുത്ത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് ഞാൻ എഴുതുവാണ്. H2 ഇങ്ങനെ ഒരു ബ്ലോക്കായിട്ട് കിട്ടും. അത് ഏതെന്നാ പറഞ്ഞത്, ഉണ്ട്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു സിംഗിൾ ബ്ലോക്ക് അത് വരും. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ എന്തുണ്ട്, ഒരു G1 ഉണ്ട് അല്ലേ, ഒരു G1 ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്താ ഉള്ളത് നോക്കിക്കേ. ഇവിടുന്ന് ഇൻപുട്ടിൽ നിന്ന് ഒരു G4 പോകുന്നുണ്ട് ഔട്ട്പുട്ടിലേക്ക്. ഇൻപുട്ടിൽ നിന്ന് ഒരു G4 ഔട്ട്പുട്ടിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഇത് പ്ലസ് ആണ്, അത് ഓർത്തോണം. ഫീഡ്ബാക്ക് അല്ല, പ്ലസ് ആണ്. പിന്നെ നമുക്ക് ഇത് R ആണ്, ഇത് നമ്മളുടെ C ആണ്. ഇത് രണ്ടും എന്തായിട്ട് വന്നിട്ടുണ്ട്, കാസ്കേഡ് അല്ലേ, കാസ്കേഡ് ആണ്. രണ്ടും കൂടെ എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് ചെയ്യാം. അതും ഇതും കൂടെ എന്താണ് വരുന്നത്, പാരലൽ കണക്ഷനിലെ ഒരേ ഇൻപുട്ട് രണ്ടിടത്ത് കൊടുക്കുന്നു, രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇത് നമ്മൾ കാസ്കേഡ് ചെയ്തിട്ട് അതിന് ഓവറോൾ എന്ത് ചെയ്യും, നമ്മൾ പാരലൽ റൂള് അപ്ലൈ ചെയ്യും. കാസ്കേഡ് ചെയ്യുന്നത്, കാസ്കേഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും, G1 G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 H1 പ്ലസ് G2 H2 ഒറ്റ ബ്ലോക്കായി, കാസ്കേഡ് ചെയ്ത് ഒറ്റ ബ്ലോക്കായി. ഇവിടെ വരുന്നത് ഇൻപുട്ട് R ആണ്, ഔട്ട്പുട്ടിൽ ഇവിടെ പ്ലസ് ആണ്, കമ്പറേറ്റർ അല്ല, C. ഇങ്ങനെ ഇവിടെ ഒരു G4 ഉണ്ട്, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇൻപുട്ടിൽ നിന്നാണ് ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഫീഡ്ബാക്ക് അല്ല, ഇത് എന്താണ്, പാരലൽ കണക്ഷനാണ്. അപ്പോൾ നമ്മൾ പാരലൽ റൂൾ അപ്ലൈ ചെയ്യും. പാരലൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, G4 പ്ലസ് എന്ത് എഴുതാൻ പറ്റും, G4 പ്ലസ് ഈ ടേം എഴുതിക്കൂടെ. ഇപ്പോൾ എന്ത് വരും, G4 പ്ലസ് രണ്ടും കൂടെ ആഡ് ചെയ്യുക, G4 പ്ലസ് G1 G2 G3 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 H1 പ്ലസ് G2 H2 ഇങ്ങനെ ഒറ്റ ബ്ലോക്കായിട്ട് വരും. വിത്ത് ഇൻപുട്ട് നമ്മുടെ R, ഔട്ട്പുട്ട് C. ഓക്കെ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ C/R ഈക്വൽ ടു ചെയ്ത് നോക്കിയാൽ മതി. എൻ്റെ ആൻസർ G1 G2 G3 പ്ലസ് G4 ഇൻറ്റു 1 പ്ലസ് G2 H2 പ്ലസ് G3 H1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 H2 പ്ലസ് G3 H1. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. ഇതിൻ്റെ കേസിൽ നമുക്ക് സിംപ്ലിഫൈ വരുമ്പോഴത്തേക്ക് ഇപ്പം G1 സ്ക്വയർ അല്ലെങ്കിൽ G3 സ്ക്വയർ അങ്ങനത്തെ ടേംസ് ഒന്നും വരത്തില്ല. അങ്ങനെയുള്ള ടേംസ് വരുവാണെങ്കിൽ നമ്മൾ ചെയ്തത് തെറ്റാന്നുള്ളത് നോക്കിക്കോണം. അങ്ങനത്തുള്ള കോംപ്ലിക്കേറ്റഡിലോട്ട് പോകത്തില്ല, സിംപ്ലിഫൈ ചെയ്തേ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് റൂളാണെങ്കിലും എങ്ങനെയുള്ള അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. പക്ഷേ ഇത് കാസ്കേഡ് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുക, അതുപോലെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഫീഡ്ബാക്കിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് പോവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക്, കോംപ്ലിക്കേറ്റഡ് ആവാതെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു, ഫൈൻഡ് ദ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസിങ് ബ്ലോക്ക് റിഡക്ഷൻ റൂള്. നമ്മൾ ഫസ്റ്റ് ആദ്യമേ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് ചെയ്ത് നോക്കാൻ തുടങ്ങുക. ഇതിൻ്റെ കേസിൽ ഇതൊരു ഫീഡ്ബാക്ക് പാത്താണ്. അപ്പോൾ അവിടെ ഒരു ബ്രാഞ്ച് പോയിന്റ് ഉണ്ട്. അപ്പം ബ്രാഞ്ച് പോയിന്റ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് മാറ്റി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവിടെ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റി. ആ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മളിവിടെ റീപ്ലേസ് ചെയ്ത് അതും G2 കൂടെ കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റി. അതുപോലെ H2 1/G3 കൂടെ കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റി. അതിനെയും G1 നമുക്ക് കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റി. ലാസ്റ്റ് പാരലൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റി. ഇത്രയും റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ ആൻസർ ഇത് കിട്ടിയത്. ഇതൊരു 15 മാർക്സിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്.
നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടെ ടിപ്പിക്കൽ ക്വസ്റ്റിനും കൂടെ ചെയ്യാം. ഫൈൻഡ് ദ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ C/R ആയിരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇതിൻ്റെ കേസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാതായിരിക്കും ബെറ്റർ. ഞാൻ ഇവിടെ ആണെങ്കിൽ ഈ ഒരു എൻഡ് നമ്മൾ റൈറ്റ് സൈഡ് എൻഡിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കാസ്കേഡ് ആയിട്ടുള്ള എലമെന്റ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ കേസിൽ കാസ്കേഡ് എലമെന്റ്സ് ഒന്നും ഇല്ല. പക്ഷെ ഇവിടെ 2 കാസ്കേഡ് എലമെന്റ്സ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്, ഒരു ബ്രാഞ്ച് പോയിന്റ് ഉണ്ട്. ബ്രാഞ്ച് പോയിന്റ് നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മാറ്റാം. അപ്പം നോക്കിക്കേ ഏതായിരിക്കും ബെറ്റർ എന്ന് നോക്കിക്കേ. ഇതിപ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് മാറ്റുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് വീണ്ടും ഒരു സമ്മിങ്ങിൻ്റെ ഇടയ്ക്ക് വരികയാണ് ലെഫ്റ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അടുത്ത റൈറ്റിലോട്ടാക്കി നോക്കിക്കേ. റൈറ്റിലോട്ട് ആക്കിയപ്പോഴത്തേക്ക് എന്ത് പറ്റി? അത് G3യും G4ഉം കൂടെ സിമ്പിളാക്കാനും പറ്റി. ഇതിപ്പം ഇപ്പുറത്തോട്ടാണെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ ഒരു ബ്രാഞ്ച് പോയിന്റ്, ഒരു സമ്മിങ് പോയിന്റ് അങ്ങനെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് നോക്കിയിട്ട് ഏതാ ബെറ്റർ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ G4ൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. G4ൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരു ഫീഡ്ബാക്ക് പാത്താണ് വരുന്നത്. നമ്മൾ G4ൻ്റെ അടുത്ത് നിന്ന് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ G4ഉം കൂടെ ആഡ് ചെയ്ത് കയറി വരും. പക്ഷെ നമുക്കിവിടെ G4 വേണോ? നോക്കിക്കേ, ഈ ഒരു ബ്രാഞ്ച് പോയിട്ട് നമ്മൾ ഇവിടുന്ന് എടുക്കാന്ന് വെച്ചോ. ഇവിടുന്ന് എടുക്കുമ്പോഴത്തേക്ക് ഈ G4ഉം കൂടെ കയറി വരത്തില്ലേ ഈ പാത്തിൽ? പക്ഷെ നമുക്ക് G4ൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്തായിരിക്കും ചെയ്യേണ്ടത് പറഞ്ഞേ? യെസ്, എന്ത് ചെയ്യും? നമ്മൾ 1/G4 ആ പാത്തിൽ ആഡ് ചെയ്യും. അപ്പം അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. 1/G4 ആ പാത്തിലേക്ക് ആഡ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇത് ഇപ്പുറത്തോട്ട് മാറ്റിയതിൻ്റെ റീസൺ എന്താ? ഇപ്പുറത്തോട്ട് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും ഒരു സമ്മിങ് പോയിന്റും ബ്രാഞ്ച് പോയിന്റും കൂടെ വരും. അപ്പോഴത്തേക്ക് വീണ്ടും ഒരു കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പോൾ നോക്കുക ഏതാണ് ബെറ്റർ എന്ന് നോക്കുക. അപ്പോൾ ഇതിന് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇത് രണ്ടും എന്തായി? കാസ്കേഡും ആവും. പിന്നെ നമുക്ക് അതിനകത്ത് ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിതിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. റൈറ്റ് സൈഡിലേക്ക് ഇവിടുത്തെ ബ്രാഞ്ച് എടുക്കുമ്പോഴത്തേക്ക് ഈ G4ഉം കൂടെ കയറി വരും. പക്ഷെ നമുക്കിവിടെ H3 മാത്രം മതി. എങ്ങോട്ട് പോകുന്നു? ഈ നോട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഈ G4നെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യും? ഒരു 1/G4 അവിടെ ആഡ് ചെയ്യും. ക്ലിയർ അല്ലേ? വരയ്ക്കട്ടെ. ഇവിടെ 6 ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. എസ്എ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നതിൽ ഇതൊന്നും കാണിക്കരുത്, വരച്ചേക്കണം. സ്റ്റെപ്സിന് ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. സ്റ്റെപ്സിന് മാർക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ G3 ഇതിങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്ക് G3 G4 എന്താവും? കാസ്കേഡ് ആവും. അത് വേണമെങ്കിൽ നമുക്കിവിടെ G3 G4 ഒറ്റ ബ്ലോക്കായിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഈ ബ്രാഞ്ച് പോയിന്റ് ഇവിടുന്ന് എടുക്കുകയാണ്. റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞാൽ 1/G4 അല്ലേ? 1/G4 ഏത് ബ്ലോക്കിൻ്റെ ആണോ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ 1/G4 വരും. ഇവിടെ എന്ത് വരും? H3 ഓൾറെഡി ഉണ്ട്. H3 എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ മൈനസ് പ്ലസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത്? ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടത്തേക്ക് എന്ത് വരുന്നുണ്ട്? ഒരു H2 വരുന്നുണ്ട്. ഓക്കെ, ഇത് വീണ്ടും അടുത്ത് ഇവിടെ തന്നെ എന്ന് വെച്ചാൽ ആ പോയിന്റ് തന്നെ വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഒരു H1 ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങനെ വരും. ഇവിടെ CR പ്ലസ് മൈനസ് ഒക്കെ നോക്കിക്കോണം. പ്ലസ് മൈനസ് ഹിയർ പ്ലസ് മൈനസ്. നമ്മളിവിടെ ഈ ബ്രാഞ്ച് പോയിന്റിനെ ബിയോണ്ട് എ ബ്ലോക്കിലേക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി 1/G4 നമ്മൾ ആ പാത്തിൽ ആഡ് ചെയ്തു. ഇനി എന്നിട്ട് ഈ G3യും G4ഉം കൂടെ നമ്മൾ ഇവിടെ കാസ്കേഡ് ചെയ്തു. ഓക്കെ, ഇവിടെ കാസ്കേഡ് ചെയ്ത് എഴുതണം. കാസ്കേഡ് റൂള് ഇത് മൂവിങ് എ ബ്രാഞ്ച് പോയിന്റ് ബിയോണ്ട് എ ബ്ലോക്ക് അത് എഴുതണം കേട്ടോ. മൂവിങ് എ ബ്രാഞ്ച് പോയിന്റ് ബിയോണ്ട് എ ബ്ലോക്ക്. ഇനി നെക്സ്റ്റ് നോക്കുക. ഇതിൻ്റെ കേസിൽ ഈ ഒരു പാത്ത് അല്ലേ? ഈ ഒരു ബ്ലോക്ക് എന്താണ്? ഈ ഒരു ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബ്ലോക്ക് എന്താണ് വരുന്നത്? ഈ ഒരു ബ്ലോക്ക് യെസ്, ഇതൊരു ഫീഡ്ബാക്ക് പാത്താണ്. റൈറ്റ്, ഫീഡ്ബാക്ക് പാത്താണ്. അതിൽ ഫോർവേഡ് പാത്തിൽ G3 G4 ഉണ്ട്. ഫീഡ്ബാക്കിൽ ഒരു H2 ഉണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പറഞ്ഞുതരും. ഇതിൻ്റെ കേസിൽ G3 G4 ഡിവൈഡഡ് ബൈ റൈറ്റ് 1 മൈനസ് ആയതുകൊണ്ട് പ്ലസ് റൈറ്റ്. ഇനി എന്ത് ചെയ്യും? രണ്ടിനും കൂടെ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് G3 G4 H2. അപ്പോൾ ഈ ഒരു ബ്ലോക്കിന് വരെ നമുക്ക് ഇത് എഴുതിക്കൂടെ? റീഡ്രോ ചെയ്യുകയാണ്. ഇത് ഫസ്റ്റ് വണ്ണ്, സെക്കൻഡ് ഡയഗ്രാം, നമ്മുടെ തേർഡ് ഡയഗ്രാം നമ്മൾ റീഡ്രോ ചെയ്യുകയാണ്. റീഡ്രോ ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞ് ഇവിടെ 6
ദിസ് ഈസ് G1. ഈ G2 ഉണ്ടല്ലോ, G2 കൊണ്ട് ഇത് ഈ ബ്ലോക്കിന് ഒരു ഇത് എഴുതിക്കൂടെ, എന്നിട്ട് അതും G2 കൂടെ എന്ത് വരും, കാസ്കേഡ് വരും. അപ്പോൾ രണ്ടും കൂടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതിക്കൂടെ. യെസ്, G2 G3 G4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 G4 H2 ഒറ്റ ബ്ലോക്ക് ആയിട്ട് എഴുതി. ഇവിടെ നമ്മൾ കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്ത് ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്തു. ഫീഡ്ബാക്ക് റൂൾസ് എഴുതണം ഓരോ സ്റ്റെപ്പിലും. നമ്മൾ ഈ G2-ഉം ഇതും കൂടെ ചേർത്ത് എഴുതി. ഓക്കെ, ഇവിടുന്ന് എന്ത് വരും, ഇത് രണ്ടും കൂടെ കാസ്കേഡ് ചെയ്തുകൂടെ. യെസ്, ഇത് വരും H3 ബൈ G4 ഇവിടെ C. ഇങ്ങനെ വരത്തില്ലേ? ക്ലിയർ അല്ലേ? നോക്കിക്കേ, നമ്മളിവിടെ എന്താ ചെയ്തത്, ഇതിന് പകരം G3 G4 1 പ്ലസ് G3 G4 H2 എഴുതി. അതും ഈ G2 കൂടെ നമ്മൾ കാസ്കേഡ് ചെയ്ത് ഒറ്റ ബ്ലോക്കായിട്ട് എഴുതി. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഒറ്റ ബ്ലോക്കായി. ഇത് രണ്ടും കൂടെ കാസ്കേഡ് ചെയ്ത് റൈറ്റ്. ഈ G1 ഉണ്ട്, ഇവിടെ ഒരു H1 ഉണ്ട്. H1 ഇവിടെ പ്ലസ് മൈനസ് ആണ്, ഇവിടെ എങ്ങനെയാണ്, പ്ലസ് മൈനസ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിക്കേ. ഇപ്പോൾ ഈ രണ്ട് ബ്രാഞ്ചും അപ്പുറത്തോട്ട് ഇപ്പുറത്തും ഇന്റർചേഞ്ച് ചെയ്യാൻ, ഇതിനകത്ത് ഇടയ്ക്ക് ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് ഇത് എന്തായിട്ട് വരും നോക്കിക്കേ, ഇത് രണ്ടും എന്തായിട്ട് വരും, ഇത് ഫോർവേഡ് പാത്ത്, അതിൽ നിന്ന് ഫീഡ്ബാക്ക് പാത്ത് H3 G4 ഉണ്ട്, മൈനസ് ഉണ്ട്. ഇവിടെ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്തൂടെ. ഇതിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്തൂടെ. അപ്പോൾ എങ്ങനെ വരും, ദിസ് ഫംഗ്ഷൻ ഡിവൈഡ് ബൈ 1 പ്ലസ് ദിസ് ഇൻറ്റു ദിസ് അല്ലേ. ഇവിടെ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാണ്. ഇതിൻ്റെ കേസിൽ G2 G3 G4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 G4 H2, ഈ ഫോർവേഡ് ഫംഗ്ഷൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആയതുകൊണ്ട് പ്ലസ്. ഈ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് G3 G2 G4 മേളിൽ എന്ത് വരും, ഒരു H3 വരും. H3 ഡിവൈഡഡ് ബൈ G4 ഇൻറ്റു ദിസ് ടേം 1 പ്ലസ് G3 G4 H2 ഇങ്ങനെ വരും. അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. സിംപ്ലിഫൈ ചെയ്തിട്ട് അവിടെ ഒറ്റ ബ്ലോക്കായിട്ട് എഴുതാൻ പറ്റും. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി. LCM എടുത്തിട്ട് കട്ട് ചെയ്ത് പോവും. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എഴുതാണ് G2 G3 G4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 G4 H2 പ്ലസ് G2 G3 H3. അപ്പോൾ ഈ ഒരു ബ്ലോക്കിന് പകരം ഈ ഒരു ആൻസർ ആയിരിക്കും വരുന്നത്. ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ എഴുതാം. G2 G3 G4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 G4 H2 പ്ലസ് G3 G2 H3 ഈ ഒരു ബ്ലോക്കായിട്ട് വരും. ഇതിൻ്റെ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റ ബ്ലോക്കായിട്ട് വരും. അതിൻ്റെ മുമ്പിൽ എന്തുണ്ട്, ഒരു G1 ഉണ്ട് അല്ലേ, ഒരു G1 ഉണ്ട്. ഇനി നെക്സ്റ്റ് ബാക്കി എന്താ ഉള്ളത്, ഇവിടെ ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ഇൻപുട്ട് R, ഔട്ട്പുട്ട് C. ആ ഫീഡ്ബാക്ക് പാത്തിൽ എന്താ ഉള്ളത്, ഒരു H1 ഉണ്ട്. റൈറ്റ്, ഒരു H1 ഉണ്ട്. ഇങ്ങനെ വരും. അപ്പം നമ്മൾ എന്താ ചെയ്തത്, ഇതിൻ്റെ കേസിൽ ഇത് ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്ത് ഫോർവേഡ് ബൈ 1 മൈനസ് ആയതുകൊണ്ട് പ്ലസ്, ഇതിൻ്റെ രണ്ടും കൂടെ പ്രോഡക്റ്റ് എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് ഇതൊറ്റ ബ്ലോക്കായിട്ട് വന്ന് അതും G1 കൂടെ ആയിട്ട് എങ്ങനെ വരും, കാസ്കേഡ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഡക്റ്റ് ആയിട്ട് എടുക്കാം അല്ലേ. പ്രോഡക്റ്റ് ആയിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്നിരിക്കുന്നത് പ്ലസ് മൈനസ് ആണ്. ഇതിൻ്റെ കേസിൽ പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും, ഇവിടെ കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും, G1 G2 G3 G4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 G4 H2 പ്ലസ് G3 G2 H3 എന്ന് വരും. ഒറ്റ ബ്ലോക്കായിട്ട് വന്നു. കാസ്കേഡ് റൂൾ നമ്മളവിടെ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി എന്താ വരുന്നത്, ഇനി ഒരു ഫീഡ്ബാക്ക് റൂളല്ലേ വരുന്നത്, നോക്കിക്കേ അല്ലേ. ഒരു ഫീഡ്ബാക്ക് റൂളാണ് വരുന്നത്. ഇവിടെ C, ഇവിടെ R. ഫീഡ്ബാക്ക് റൂള് ഇവിടെ പ്ലസ്
മൈനസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കേസ് എന്തൊരു ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ ഡിവൈഡ് ബൈ ഇവിടെ മൈനസ് ആയതുകൊണ്ട് 1 പ്ലസ് ഇതിന് രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് വരും അല്ലേ. അതല്ലേ വരുന്നത്. ഇതിൻ്റെ ഓവറോൾ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ G1 G2 G3 G4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 G4 H2 പ്ലസ് G3 G2 H3 ഡിവൈഡഡ് ബൈ ഈ ടേം ഡിവൈഡ് ബൈ 1 ഇവിടെ മൈനസ് ആയതുകൊണ്ട് പ്ലസ്. ഇനി ഇത് രണ്ടിനും കൂടെ പ്രോഡക്റ്റ് വരുമ്പോഴത്തേക്ക് എന്ത് വരും പറഞ്ഞേ. അപ്പം G1 G2 G3 G4ൻ്റെ കൂടെ H1 വരും അല്ലേ. H1 വരും ഡിവൈഡ് ബൈ ഈ സെയിം ടേം വരും 1 പ്ലസ് G2 G4 H2 പ്ലസ് G3 G2 H3. നമുക്ക് എൽ സി എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫൈനൽ ആൻസർ നമുക്ക് C/R ഈക്വൽ ടു ഫൈനൽ ആൻസർ എഴുതുകയാണ്. C/R ഇസ് ഈക്വൽ ടു G1 G2 G3 G4 ഹോൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് G3 G4 H2 പ്ലസ് G2 G3 H3 പ്ലസ് G1 G2 G3 G4 H1 കിട്ടും. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസർ. ജസ്റ്റ് ഒന്നും കൂടെ പറയാം. ഇതിൻ്റെ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ചെയ്യാനാണ് ചോദിച്ചത്. നമ്മൾ ഫസ്റ്റ് തന്നിരിക്കുന്ന സർക്യൂട്ട് അല്ലെങ്കിൽ തന്നിരിക്കുന്ന ബ്ലോക്ക് ഒന്ന് നോക്കുക. അപ്പോൾ ഏതാ റൂൾ ചെയ്യാൻ പറ്റും നോക്കുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇവിടുത്തെ കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ബ്രാഞ്ച് പോയിന്റിനെ ഈ ബ്ലോക്കിന് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോഴത്തേക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ G4 കൂടെ കയറിയായിരിക്കും ഈ ഫീഡ്ബാക്ക് പാത്തിൽ പോകുന്നത്. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പാത്തിൽ 1/G4 ബ്ലോക്ക് ആഡ് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് രണ്ടും കാസ്കേഡായിട്ട് വരും. അത് നമ്മൾ കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്തു. ഇനി നെക്സ്റ്റ് ഇത് ഇപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഇത്രയും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതും ഇതും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇൻ എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒറ്റ ബ്ലോക്കായിട്ട് വരും. ഇനി നെക്സ്റ്റ് ഇത് രണ്ടും കൂടെ നമ്മളിവിടെ കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്തു. ഓക്കെ, കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്തു. ഇത് ഇത്രയും കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഫീഡ്ബാക്ക് റൂൾ അപ്ലൈ ചെയ്തു. അതും ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്തു, കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്തു. ഓക്കെ, കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്തു. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാസ്കേഡ് റൂൾ അപ്ലൈ ചെയ്തു. ഇനി ലാസ്റ്റ് എന്ത് ചെയ്തു, ഇതിന് നമ്മൾ വീണ്ടും ഫീഡ്ബാക്ക് റൂള് അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് ബ്ലോക്ക് ഡയഗ്രത്തിന് നമ്മൾ ഈ ബ്ലോക്ക് റിഡക്ഷൻ റൂൾ വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. സ്ക്വയർ ഒന്നും വരത്തില്ല. സ്ക്വയർ ഒക്കെ വരുവാണെങ്കിൽ ആൻസർ തെറ്റാന്നപ്പോഴും ഓർത്തോണം. ഓക്കെ, ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് എഴുതണം. ഓരോന്നിൻ്റെ കേസിലും ഏത് റൂളാണ് അപ്ലൈ ചെയ്തെന്നുള്ള കാര്യം കൂടെ മെൻഷൻ ചെയ്യണം. ആ കറക്റ്റ് ഓർഡറിൽ ചെയ്ത് ലാസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് ഫൈനൽ ആൻസർ എഴുതണം. ഒരു 15 മാർക്സിന് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലമാണ്. ഈ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യനും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് റിഡക്ഷൻ്റെ കേസിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. 3 ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു. If you haven't subscribed to this channel yet, subscribe to it and don't forget to click the bell icon.